എവിടെ പോയാലും കൂടെ ഉടനെ ഒരുങ്ങിയിറങ്ങുന്നൊരു അമ്മായിമ്മ രാഹുലിന് പ്രശ്നമാകുമോ? എന്തായാലും രാഹുലിന് മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രാഹുൽ. എനിക്ക് 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഞാനും എൻ്റെ വൈഫും ഒന്നിച്ച് പഠിച്ചവരാണ്. സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഒരു കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. കാര്യം 2 ജാതിയാണ്. അവരുടെ വീട്ടിലാണെങ്കിലും ആദ്യ സമയത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് വെച്ച് ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ്. 2 വർഷത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അത് കഴിഞ്ഞ് അമ്മായിമ്മ തനിയായി. ആ സമയത്ത് പിന്നെ അമ്മായിമ്മയുടെ സ്വഭാവം കുറച്ച് മാറി തുടങ്ങി. മകളോട് എടി നീ വേണമെങ്കിൽ അവനെ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ സംസാരിച്ച് അത്യാവശ്യം പ്രശ്നങ്ങളില്ലാതെയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ആ സമയത്ത് തന്നെയാണ് അമ്മായിമ്മയുടെ അനിയത്തി. അവർക്കും ഒരു 38 വയസ്സുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ പ്രേമിച്ച് കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഗൾഫിലോ മറ്റു പോയി കുറക്കാലം നിന്നു. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വന്ന് സെറ്റിൽഡായി. പക്ഷേ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ച സമയത്താണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നത്. എന്തായാലും എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡും ഇല്ലല്ലോ, അപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് വന്ന് താമസിക്കുകയായിരുന്നു. ധാരാളം സ്വത്തൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരും ഒരു അനാഥ പോലെ ആകുമല്ലോ. അമ്മായിമ്മയ്ക്ക് ഒരു കൂട്ടാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും എൻ്റെ ഭാര്യയോട് അത്രയ്ക്കിഷ്ടം എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇല്ലെന്നറിയാമായിരുന്നു. ഏകദേശം 30 ദിവസം മാത്രമേ ഞങ്ങളോട് നിന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ നഗരത്തിലെ ഫ്ലാറ്റിലേക്ക് മാറി. അപ്പോഴാണ് അമ്മായിമ്മേനോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കണ്ട, ഇവിടുന്ന് 3/4 മണിക്കൂറല്ലേ ഉള്ളൂ, പോയിട്ട് വരാം, അതുകൊണ്ട് ഈ വീട്ടിൽ താമസിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് 2 പേർക്ക് സെപ്പറേറ്റായിട്ട് താമസിക്കണമെന്ന്. ഉടനെ പുള്ളിക്കാരി ഒരു ദിവസം വൈകുന്നേരം അനിയത്തിയെ കൂട്ടി ഫ്ലാറ്റിലേക്ക് വന്നു. ഞങ്ങൾ 2 പേരും ജോലി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അമ്മായിമ്മ അപ്പോഴേക്കും എന്നെ കണ്ടപ്പോൾ മൂക്ക് ചീറ്റാൻ തുടങ്ങി. എല്ലാം എൻ്റെ വിധിയാണ്. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രമാണ് വീട്ടിലുള്ളത്. നിങ്ങൾ 2 പേരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ മധുവിധം ആഘോഷിച്ച് നടന്നു. അവിടെ വന്നാൽ എന്താ, വലിയ സൗകര്യമുള്ള വീട്, ഒരു പ്രശ്നവുമില്ല. മുകളിലത്തെ നില മുഴുവൻ നിങ്ങൾക്ക് തരാം. നിങ്ങളെ ആരും നോക്കാൻ വരുന്നില്ല. നിങ്ങളവിടെ എന്താ തലകുത്തി നിന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കൂട്ട് വേണ്ടേ? നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു. അത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സങ്കടമായി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. ഞാൻ പറഞ്ഞു, ഭാര്യ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ല, അവസാനം എന്തെങ്കിലും പ്രശ്നമാകുന്നു. ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ചേട്ടാ എന്ന് പറഞ്ഞു. ഒരു പരീക്ഷണം എന്തായാലും ജീവിതത്തിൽ ആകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പേരും ഫ്ലാറ്റ് ഒഴിഞ്ഞിട്ട് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരിയാണ്, പോയിട്ട് വരാൻ എളുപ്പമാണ്. പിന്നെ ഫ്ലാറ്റിൽ നിന്നതിനേക്കാൾ ഒത്തിരി നല്ലതുമാണ്. 2 അമ്മമാർ ഞങ്ങൾക്കവിടെ ഉണ്ട്. 2 പേരും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് വിളമ്പിത്തരും. ഒരു തുണി പോലും അലക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും സൗകര്യമുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ 2 പേരും എന്നെ കെയർ ചെയ്യാൻ തുടങ്ങി. അമ്മായിമ്മയെ ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. അമ്മായിമ്മയുടെ അനിയത്തിയെ രാധമ്മയെന്നും. എന്തായാലും 2 പേരും ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തിരി തുണയായി. ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്തായാലും ഇവളെ പ്രേമിച്ച കല്യാണം കഴിച്ചത്. ഞാൻ ചോദിച്ചു, ആരെ? എൻ്റെ ഭാര്യയുടെ കാര്യമാണോ? അല്ല, എൻ്റെ അനിയത്തിയുടെ കാര്യം ഞാൻ പറയുന്നത്. രാധമ്മേ, നമുക്ക് 2ാമതൊരു കല്യാണം കഴിപ്പിച്ചാലോ? അവൾക്ക് 38 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവളുടെ ജീവിതം ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. അപ്പോൾ രാധ പറഞ്ഞു, എനിക്ക് വേണ്ട ചേച്ചി, ഇനി കല്യാണമൊന്നും കഴിക്കണ്ട. എന്തിനാ വെറുതെ? ചേച്ചിയുടെ കൂടെ ഞാൻ താമസിച്ചോളാം. അപ്പോൾ അമ്മായിമ്മ എന്നോടും ഭാര്യയോടുമായിട്ട് പറഞ്ഞു, അത് ശരിയാകും തോന്നുന്നില്ല. കാര്യം എന്നെപ്പോലല്ലേ ഇവളെൻ്റെ ഏറ്റവും അനിയത്തിയാണ്. ഇവൾ ചെറുപ്പമാണ്. ചെറുപ്പക്കാരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. എൻ്റെ പ്രായമാകുമ്പോഴേക്കും ഓക്കെ എന്ന് വെക്കാം എന്ന് പറഞ്ഞു. ഞാനും അതിന് ശരിവെച്ചു. പക്ഷേ രാധമ്മയ്ക്ക് സമ്മതമല്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ആ കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കട്ടെ, അമ്മ എന്തിനാ നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ചു. നീ ഒന്ന് പോടി, നിനക്കൊന്നും അറിയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നമുക്ക് 2 പേർക്ക് കൂടെ രാവിലെ 1 വരെ പോകണം. നീ നാളെ ലീവ് എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു,
പൊന്നമ്മേ അത്ര അത്യാവശ്യമാണോ? അതെ എടി, നീ ഞങ്ങളോട് വരണ്ട, ഞാനും മോനും കൂടെ ഒരിടത്ത് ഇവിടെ ജാതകം ഒന്ന് നോക്കി ഒന്ന് തിരക്കാൻ പോകുക, ഇവിടെയും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ആ പോയി തിരക്കാം, നിങ്ങളിനി കുഞ്ഞമ്മയ്ക്ക് രണ്ടാം കല്യാണം ആലോചിക്കുന്നു. എന്തിനാണോ എന്തോ. അപ്പോൾ രാധമ്മയെ ശരി വെച്ചു. ശരിയാ മോളെ, ചേച്ചിക്ക് അനാവശ്യ നിർബന്ധമാണെന്ന്, നീ ഒന്ന് മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞിട്ട് അമ്മ എഴുന്നേറ്റ് പോയി. എന്തോ സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടെ ഏകദേശം 10 മണിയാകുമ്പോഴേക്കും കാറും എടുത്ത് പോയി. അമ്മ എവിടാ പോകുന്നത്? ആ, ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്, ഞാൻ വഴി പറയാം, നീ എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. മുന്നിലാണ് അമ്മായിമ്മ ഇരുന്നത്. എന്നാലും ഞാൻ ചോദിച്ചു, അല്ല, സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ കുഞ്ഞമ്മ? ഭർത്താവ് മരിച്ചിട്ട് അധിക കാലമായില്ല, അവർ ഉടനെ കല്യാണത്തിന് സമ്മതിക്കുമോ അമ്മേ? ആ, സമ്മതിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ജാതകം ഒന്ന് നോക്കാം. എന്തിനാ ജാതകം നോക്കുന്നത്? വേറെ ചെക്കനെ കിട്ടിയിട്ടുണ്ടോ? ഇതിപ്പോൾ കല്യാണത്തിന് മാറ്റി നോക്കാൻ പോകുന്നതല്ല, അവളുടെ ജാതകം ഇനിയും ഒരു കല്യാണയോഗം ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോകുന്നതാണ്. അല്ല, അമ്മയ്ക്ക് എന്താ എത്ര നിർബന്ധം? അമ്മയുടെ കൂടെ ഒരു കൂട്ടായിട്ട് നിന്നോളുമല്ലോ. എടാ, കൂട്ടായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൾക്കിനി ഒരു വിവാഹ ജീവിതത്തോട് താല്പര്യം ഇല്ലാത്തവളായിരിക്കണം. അതിന് താല്പര്യമില്ലെന്നല്ലേ രാധമ്മ പറഞ്ഞത്? എടാ, നിനക്കറിയാമോ എങ്ങനെയാണ് നിന്നോട് ഞാൻ പറഞ്ഞത്? എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, തുറന്ന് ഞാനങ്ങ് പറയുകയാണ്. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ, അതും പ്രേമിച്ച ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ എങ്കിൽ അടങ്ങിയിരിക്കില്ലേ? ഇപ്പം ഇത്രയും നാളെ ആയിട്ടുള്ളൂ, ഇപ്പം തന്നെ മൊബൈലിൽ കൂടെ ആരെയൊക്കെ വിളിക്കുന്നു. അതുമാത്രമല്ല, മൊബൈൽ നിറയെ വീഡിയോകളെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നിനക്കൊരു കാര്യം അറിയാമോ? ഞാനൊരു ദിവസം അവളുടെ ബാഗൊന്ന് നോക്കി, അറിയാൻ നോക്കിപ്പോയതാണ്, വേറൊരു കാര്യം ഉണ്ടോയെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴിരിക്കുന്നു ആണുങ്ങളുടെ അതേപോലെ എന്തോ ഒരു സംഗതി. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇവിടെ വീഡിയോ കണ്ടിട്ടും ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നീ പറ, അവൾക്ക് ആണുങ്ങളോട് താല്പര്യമില്ലേ? അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ താല്പര്യമുള്ളവളാണെങ്കിൽ അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു പോയെങ്കിലും അവൾക്ക് ഇങ്ങനെയൊരു ജീവിതത്തോട് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്നത്? ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അതിനേക്കാൾ നല്ലത് ഒരു ആണിനെ കൊണ്ടും കല്യാണം കഴിപ്പിക്കുന്നതല്ലേ. ഇഷ്ടപ്പെട്ട ആണാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോകുമല്ലോ. ഇതിപ്പം ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞ് അവൾ ഡൗൺ ആയിട്ടില്ല, അവളുടെ ഇളക്കം കൂടിയിട്ടേ ഉള്ളൂ. അതമ്മേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഹസ്ബൻഡിനെ ഓർത്തുകൊണ്ടായിരിക്കാം. ഹസ്ബൻഡിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് തിരിച്ചൊന്നും വരില്ലല്ലോ. എന്തായാലും അവൾക്ക് പറ്റിയ ഇഷ്ടംപോലെ ആണുങ്ങളോടുണ്ട്. 38 വയസ്സെന്ന് പറയുമ്പോൾ തീരെ ചെറുപ്പമല്ലേടാ. അവൾക്ക് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇവളുടെ പല അംഗങ്ങളും കാണേണ്ടി വരും. ഞാൻ കൂടെ കയറ്റി താമസിപ്പിച്ചു. നമ്മുടെ വീടിന് ചുറ്റുമാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ഇഷ്ടമുള്ള ആമ്പിള്ളേരുണ്ട്. അവന്മാരാണെങ്കിൽ എന്തുണ്ടെന്ന് നോക്കി നടക്കുകയാണ്. പിന്നെ ചില ഭർത്താക്കന്മാരുമുണ്ട്, അവന്മാർക്കും ഇതൊക്കെ തന്നെ തൊഴിൽ. ഇങ്ങനെയുള്ളപ്പോൾ ഇവളെപ്പോലെ തൊട്ടാൽ പൊട്ടുന്ന ഒരുത്തി വെച്ച് ഞാനെങ്ങനെ ജീവിക്കാനാണ്? എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. എൻ്റെ മോൾക്ക് പ്രേമമുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ അതൊന്നും ഒട്ടും വലുതല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇവിടെ കാര്യോർത്താണ് എനിക്ക് ടെൻഷൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്മ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ നോർമൽ സ്വഭാവമല്ലേ? ഭർത്താവ് പോയെന്ന് വെച്ച് അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഇല്ലേ? അതാ ഞാനും പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് പ്രയോഗിക്കാതെ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. അതല്ലമ്മേ, അവർക്കൊരു ഭർത്താവിനെയല്ല ആവശ്യം, ഭർത്താവിൻ്റെ ഓർമ്മകളിൽ കൂടി അവർ കൈക്കറകൾ കാണിച്ച് അങ്ങ് പോകുമായിരിക്കും. നിനക്കെങ്ങനെ ഇത്ര കൃത്യമായിട്ടറിയാം? നിന്റെ ഭാര്യ കല്യാണത്തിന് മുമ്പ് അങ്ങനെയായിരുന്നോ? അതോ നിങ്ങൾ രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ? ഞാൻ പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല, പ്രേമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിന്നെ കണ്ടിട്ട് നീ അത്ര അങ്ങോട്ട് പുണ്യാളനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അഥവാ ഇനി ഉണ്ടെങ്കിൽ എന്താ, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചില്ലേ? അമ്മ എന്നെ വിളിച്ചത് വഴക്കുണ്ടാക്കാനാണോ അതോ ജാതകം നോക്കാൻ പോകാനാണോ? വഴക്കുണ്ടാക്കാനെന്നല്ല ഞാൻ വിളിച്ചത്, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യത്തെയെല്ലാം നീ കയറി തർക്കിച്ച് ഖണ്ഡിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു, അവരുടെ മനസ്സെന്താണെന്ന് അറിയില്ലല്ലോ. അമ്മയ്ക്ക് ഈ കണ്ട കാര്യങ്ങളൊക്കെ സ്വന്തം അനിയത്തിയോട് തുറന്ന് പറഞ്ഞ് എന്താണ് നിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ലേ? എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ വലിയ ചമ്മലാണ്. അത് കൊള്ളാം, ഇങ്ങനെ പ്രസംഗിക്കുന്ന അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തിന് മാത്രം ഇത്ര ചമ്മൽ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു. അപ്പം അമ്മ എന്നെ മൃദുവായ നുള്ളി, ഒന്ന് പോടാ, നീ എന്നെ വെറുതെ കളിയാക്കുകയാണ്. അല്ലമ്മേ, ഇതൊക്കെ ആവശ്യമാണോ? അവരുടെ ജാതകം നോക്കിയിട്ട് എന്ത് കാര്യം? അവരവിടെ കാണും എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞോട്ടെ, ചിലപ്പോൾ അവർക്ക് മറ്റൊരാളോട് താല്പര്യം കാണില്ലെന്നേ. ഇത്ര ആധികാരികമായി നീ എന്താണ് ഇങ്ങനെ പറയുന്നത്?
പറയുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ. അവൾ നിന്നെയും കൈയും കാലും ഒക്കെ കാണിച്ചോ? അമ്മ എന്തൊക്കെയാ അമ്മയെ പറഞ്ഞത്? വെറുതെ എന്നെ രാവിലെ കാറിൽ കൊണ്ടുവന്നിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണോ? ഒന്നും പറയാൻ പറ്റില്ല. നിന്റെ രൂപവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണുങ്ങളും ചാടി വീഴും. എൻ്റെ മോൾക്കും നിന്നോട് ഭയങ്കര ഇമ്പ്രഷനായിരുന്നു. പണ്ടൊട്ടേ നിന്റെ കാര്യം പറയുമ്പോഴേക്കും അവൾക്കങ്ങ് തേനൊലിക്കുകയാണ്. നിന്നെ തന്നെ മതിയെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് തണ്ടും തടിയും ആണത്തോള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും പിന്നെ അവനെ മതി. അങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിക്കും. അമ്മ വെറുതെ ഇങ്ങനെ തോന്നിയ പറയരുത്. അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവളുടെ കൂടെ വീട്ടിൽ വന്നു നിന്നത്. ഇപ്പം പറയുന്നു അനിയത്തി എന്നെ കണ്ണും കാലും കാണിച്ചെന്ന്. ശരിക്കും അനിയത്തിക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് കുഴപ്പമാടാ എനിക്ക്? നീ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവ് മരിച്ചു പോയതല്ലേ? അപ്പം ഞാനെങ്ങനെ അടങ്ങിക്കഴിയുന്നു? ഞാനും അനിയത്തി പോലെ തന്നെയാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കൊട്ട് അറിയുകയില്ല. അമ്മയുടെ മൊബൈലോ ബാഗോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിന്നെ എല്ലാം കാണിച്ചു തരാടാ. ഒരു ദിവസം എൻ്റെ റൂമിലേക്ക് വാ. അവിടെ നീ മൊത്തം തരേ. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു തെറ്റുമില്ല. അമ്മ ഇതൊന്നും തെറ്റല്ല. മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഭർത്താവില്ലെന്ന് വെച്ച് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയെന്ന് വെച്ച് മനുഷ്യർ എന്ത് ചെയ്യണം? വെറുതെ അടങ്ങി ഒതുങ്ങി ഇരിക്കണോ? അതിന് കാര്യമില്ല. ഇഷ്ടങ്ങൾ സാധിക്കാനുള്ളതാണ് ജീവിതം. അത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സാധിക്കാം. അമ്മയ്ക്കിപ്പം താല്പര്യമില്ലാത്തത് ചിലപ്പോൾ സമൂഹത്തെ പേടിച്ചിട്ടായിരിക്കും, അല്ലെ ഞങ്ങളെ പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ അമ്മ തുറന്നു പറയണം, എനിക്കും ആഗ്രഹമുണ്ടെന്ന്. എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഒരു ആഗ്രഹമില്ലാത്ത അമ്മ അനിയത്തിയുടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനുവേണ്ടി അനാവശ്യ ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് എന്തോ അസൂയ രാധമ്മയോടുണ്ടെന്ന്. പിന്നെ അസൂയ? എനിക്കൊന്നും അസൂയയില്ല. അവളെക്കാൾ സുന്ദരിയായിരുന്നു ഞാൻ. ഇപ്പോഴും ഒരുങ്ങിയിറങ്ങിക്കഴിഞ്ഞാൽ അവളെക്കാൾ ഒരു പടി മുന്നിൽ ഞാൻ നിൽക്കും. ഞാൻ പറഞ്ഞു ഓവ് ഓവ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ പറഞ്ഞു, എടാ എനിക്കറിയാം അവൾക്ക് കുട്ടികളില്ല, അതുകൊണ്ട് അവളുടെ ശരീരം നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഞാനേ പ്രസവിച്ച സ്ത്രീയാ. നിന്നെപ്പോലുള്ള ചെക്കന്മാർക്കില്ലേ അവളെപ്പോലുള്ള പെണ്ണുങ്ങളെയായിരിക്കും ഇഷ്ടം. ഇത്തിരി ആൻറ്റി ലുക്കും ഉണ്ട്. അത് മാത്രമല്ല പെർഫെക്റ്റ് ഫീച്ചേഴ്സുമുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വഴിതെറ്റാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. നിനക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന പല ചെക്കന്മാരും എന്നോട് രഹസ്യമായിട്ട് നമ്പർ തരാമോ ആൻറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ നമ്പർ കൊടുത്തോ? ഒന്ന് പോടാ. ചെക്കന്മാർക്ക് നമ്പർ കൊടുക്കണം എൻ്റെ പരിപാടി. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയത് അറിഞ്ഞുകൊണ്ട് അവന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. ചെറുപ്പക്കാർ നിനക്കറിയാമോ, 18ഉം 22ഉം ഒക്കെയുള്ള പിള്ളേർ. ഇപ്പം പിന്നെ നിന്നെപ്പോലുള്ള ചില ആണുങ്ങളും മസിലും പെരിപ്പിച്ച് ജിമ്മിലൊക്കെ പോയി ഇങ്ങനെ ഇറങ്ങി നടക്കുകയല്ലേ പെണ്ണുങ്ങളെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങളെയല്ല ആൻറ്റിമാരെ വീഴ്ത്തുകയാണ് ലക്ഷ്യം. അങ്ങനെയുള്ള 2-3 ചെക്കന്മാരാണ് എന്നോട് വന്ന് ചോദിച്ചത്. അത് കൊള്ളാം. ചെക്കന്മാർക്ക് ചിലപ്പോൾ അമ്മ ഒരു സുന്ദരിയായി തോന്നിക്കാണും. നീ എന്നെ ഓതുകയാണോടാ? ഏയ്, ഞാൻ കറക്റ്റാ പറഞ്ഞേ. അമ്മ സുന്ദരി തന്നെയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് ഒരു ഉൾക്കൊള്ളിൽ വന്നതുപോലെ എനിക്ക് തോന്നി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ സിസിലിയുടെ ഭർത്താവ്? ഞാൻ ചോദിച്ചു, ഏതാ സിസിലി? നിനക്കറിയില്ലല്ലേ? നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ മുകൾ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു നിന്ന് എന്നെ നോക്കുന്നൊരുത്തനുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അയാൾ ശരിയല്ലെന്നും എല്ലാ കാര്യങ്ങളും അവിടെ ടെറസിൽ വന്നു നിന്ന് ഇങ്ങോട്ട് തുറച്ചു നോക്കി കണ്ടുപിടിക്കുന്നല്ലേ അമ്മ പറഞ്ഞത്? അങ്ങനല്ലേ പറയാൻ പറ്റൂ. പക്ഷെ അവൻ നോക്കിയത് എന്നെയാ മോനെ. നിനക്കറിയാമോ, ഒരു ദിവസം സിസിലി അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് അവൻ ടെറസ് നിന്നിട്ട് എന്നെയും പ്രദർശിപ്പിച്ച് കാണിച്ചു മോനെ. അത്രയ്ക്ക് വൃത്തികെട്ടുണ്ടാണോ അയാൾ? ആക്കെന്താ ജോലി? അവനേതോ വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുത്തനാണ്. ഞാൻ മിണ്ടില്ല. പണ്ട് എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല. അവനീ ഭയങ്കര സുന്ദരനാണെന്നൊരു ഭാവം അവനുണ്ട്. പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി അവൻ നടക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒന്നും പറഞ്ഞില്ലേ? ഞാനാണെങ്കിൽ എന്നൊരു ആട്ട് വെച്ച് കൊടുത്തിട്ട് വീട്ടിനകത്തേക്കും കയറിപ്പോന്നു. പക്ഷേ കണ്ടപ്പോഴില്ലേ ഞാനൊക്കെ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ആണുങ്ങളുണ്ടോ എന്ന്. എന്നിട്ടമ്മ വിശദമായി ശ്രദ്ധിച്ചോ? എടാ അഹങ്കാരി, ഞാനെനിക്ക് പറ്റിയ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്നെ കളിയാക്കുന്നു. അല്ലമ്മേ, എന്നാലും അങ്ങേരെ ഇത്രയ്ക്കും ഇൻട്രസ്റ്റോട് കൂടി വന്നതല്ലേ. അമ്മയ്ക്ക് ഒരു സെക്കൻഡ് കൂടി ഒന്ന് നിൽക്കാമായിരുന്നു. അങ്ങേർക്കും ആഗ്രഹം കാണും. അമ്മയുടെ സൗന്ദര്യം കണ്ടു വന്ന ഒരു വലിയ സൗന്ദര്യമുള്ള ആളല്ലേ. ഒന്ന് പോടാ. അവൻ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം വളയ്ക്കാൻ നോക്കുന്ന ആളാണ്. ഓക്കെ, അപ്പം അമ്മയ്ക്ക് നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം അയാൾ വളയ്ക്കാൻ നോക്കുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം. അമ്മയെ മാത്രം വളയ്ക്കാൻ വന്നാൽ
ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഓക്കെ ആയിരുന്നു. ഒന്ന് പോടാ, അങ്ങനെയൊന്നുമല്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. അതിപ്പോൾ അയാൾക്ക് അയാളുടെ ഇഷ്ടം. അയാൾ 10 ശ്രമിച്ചാലായിരിക്കും ഒന്നങ്ങേർക്ക് തടയുക. അതുകൊണ്ട് അയാളെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ആണല്ലേ, ആണുങ്ങൾക്കെല്ലാം ഇതേ മനോഭാവമാണ്. എവിടെയുണ്ട് എങ്ങനെയുണ്ട് നോക്കിയിരിക്കുക. ഇതിപ്പോൾ അമ്മയ്ക്ക് കുറ്റം പറയുകയും ചെയ്യണം. അങ്ങേര് സുന്ദരനാണ്, എങ്ങും പോകാനും പാടില്ല, അനിയത്തി ഇങ്ങനൊന്നും കാണിക്കാനും പാടില്ല. ശരിക്കും പ്രശ്നം അമ്മയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും മാറില്ല അമ്മേ. അത് കുഞ്ഞമ്മയുടെ ജാതകമല്ലേ നോക്കുന്നത്? അമ്മയുടെ ജാതകം വിശദമായിട്ട് നോക്കണം. എന്തിന്? അമ്മയ്ക്ക് 2ാം കല്യാണത്തിൻ്റെ ഒരു യോഗം ഉണ്ടോയെന്നും. ഒന്ന് പോടാ, എൻ്റെ ചേട്ടനെ മറന്ന് ഞാൻ കല്യാണമൊന്നും കഴിക്കില്ല. അത് നല്ല കാര്യമാണ്. ചേട്ടനെ മറന്ന് അമ്മ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. കുഞ്ഞമ്മയെ പോലെ അമ്മ അങ്ങ് വിചാരിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ സിസിലിയുടെ ഭർത്താവെന്ന് പറഞ്ഞ അങ്ങേരില്ലേ, അങ്ങനെ കാണാൻ നല്ലൊരു മനുഷ്യനാണല്ലോ. അമ്മ സുന്ദരിയാണെന്ന് ഭാവിച്ച് വീട്ടിനകത്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? ആരുമില്ലാത്ത സമയത്ത് അങ്ങേരെ ഒന്ന് ട്യൂൺ ചെയ്തമ്മേ. FM റേഡിയോ പോലെ നിങ്ങൾക്ക് 2 പേർക്കും കൂടെ പാട്ട് പാടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴമ്മായിമ്മ, നിനക്ക് അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കഥകളെല്ലാം വെച്ച് നീ എന്നെ കളിയാക്കിയാണ്. നിന്റെ ഭാര്യയോടെങ്ങാനും ഇത് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ദേ അടിച്ചനങ്ങ് പൊട്ടിക്കും എന്ന് പറഞ്ഞ് അമ്മായിമ്മ ഒറ്റ കുത്ത്. അപ്പം എനിക്ക് മനസ്സിലായി, ഇവർ ഞാൻ വിചാരിച്ചതുപോലെയല്ല. പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു തിടമ്പാണവർ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കഥ പറഞ്ഞ് മരുമകൻ്റെ സെൻറ്റർ പോയിന്റിന് ആഘാതമേൽപ്പിക്കുമോ? ഞാൻ പറഞ്ഞു, അമ്മേ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല, എന്നെ ഹർട്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞു, ഹർട്ടാകണമെടാ, നിനക്കാകണം. നിന്നെ ഞാൻ ഒന്ന് വാൺ ചെയ്തതാണ്. നിനക്കും ഇളക്കമുണ്ട്. അങ്ങേരെ പോലെ തന്നെയാണ് നീയും. ആരെപ്പോലെ? സിസിലിയുടെ ഭർത്താവിനെ പോലെ. അപ്പോൾ അമ്മയ്ക്ക് സിസിലിയുടെ ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞ അമ്മേ, എന്നെ വിളിച്ചുകൊണ്ടിറങ്ങിയത് അമ്മയ്ക്ക് ഇതാരോടെങ്കിലും ഒന്ന് പറയണം, മനസ്സ് തുറക്കണം. ആരുമില്ല, അല്ലാതെ ജാതകം നോക്കാനൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ഇതൊക്കെ പറഞ്ഞത് എന്തിനാണ്? ഞാൻ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ? എൻ്റെ മരുമകനാണല്ലോ എന്നോർത്ത് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു. ഇതിപ്പം നീ എല്ലാവരോടും പറഞ്ഞ് കുളമാക്കും തോന്നുന്നു. എൻ്റെ മോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വല്ലാത്ത വിഷമാകും. പിന്നെ അവളോട് പറയാൻ പറ്റിയൊരു മാറ്റർ. എന്തായാലും കുഞ്ഞമ്മയുടെ പ്രശ്നവും അമ്മയുടെ പ്രശ്നവും ഏകദേശം സെയിമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് 2 പേർക്കും 2ാം കല്യാണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് അമ്മയുടെ സൗന്ദര്യം കണ്ട് ഒത്തിരി പേര് പുറകെ നടക്കുകയാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കുഞ്ഞമ്മയും ധാരാളം പേര് നോട്ടം ഇടുന്നുണ്ട്. അതിൽ നിന്ന് 3-4 പേരെ അങ്ങ് സെലക്ട് ചെയ്താൽ പോരെ? ആഹാ, ഞാൻ നല്ല കാര്യം പറഞ്ഞപ്പോൾ വഴി തെറ്റിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു തരികയാണ്. എന്നിട്ട് അവസാനം എന്തെങ്കിലും പൊല്ലാപ്പായി കഴിഞ്ഞാൽ നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, പൊല്ലാപ്പാകാതെ അമ്മ ശ്രദ്ധിക്കണം. അമ്മയുടെ കാര്യങ്ങൾ അമ്മ മാനേജ് ചെയ്യണം, കുഞ്ഞമ്മയുടെ കാര്യങ്ങൾ കുഞ്ഞമ്മ മാനേജ് ചെയ്തോട്ടെ. എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല. എന്നാലും എൻ്റെ മോളോ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മേ, ആരും അറിയാതെ അമ്മ അത് മാനേജ് ചെയ്യണം. ഞങ്ങൾ വേണമെങ്കിൽ 2 ദിവസം അവിടെ ഇവിടെയൊക്കെ പോകാം. കുഞ്ഞമ്മയോടും അമ്മ അങ്ങ് പറഞ്ഞാൽ മതി. ഇത്തരം കാര്യങ്ങളിൽ ജാതകം നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. അമ്മ ഈ കാര്യങ്ങൾ 2 രീതിയിൽ അങ്ങ് എടുത്താൽ മതി. കുഞ്ഞമ്മയ്ക്ക് കുഞ്ഞമ്മയുടെ കാര്യം, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും കൂടെ ചേർന്നിട്ട് ഒന്നിച്ച് കുമ്മി അടിച്ചാലെന്താ? അമ്മ എന്നോട് സത്യം പറയണം, ഈ സിസിലിയുടെ ഭർത്താവിനോട് അമ്മയ്ക്ക് താല്പര്യമുണ്ടോ? അമ്മയുടെ നമ്പർ ചോദിച്ച പിള്ളേരോട് അമ്മയ്ക്ക് താല്പര്യമുണ്ടോ? അത് പിന്നെ ചില സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ അനിയത്തി പോലൊന്നുമല്ല, ഞാനിങ്ങനെ കണ്ട സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അത് അവരുടെ വഴി, അമ്മയ്ക്ക് അമ്മയുടെ വഴി. എന്തായാലും ഇനി അമ്മ ആരെങ്കിലും ലൈനടിക്കാൻ വന്നു കഴിഞ്ഞാൽ അമ്മ അതൊന്നും ഉപേക്ഷിക്കരുത്. അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനും വൈഫും ഒക്കെ കുറച്ച് മാറി നിൽക്കാം. അവളെ ഞാൻ അറിയിക്കുകയില്ല. പിന്നെ കുഞ്ഞമ്മയും അമ്മയും കൂടെ ഒരു കൂട്ട് സദ്യ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്ക് കൂടി ഒന്നിച്ചത് മാനേജ് ചെയ്യാം. ഉള്ളതാണോടാ നീ പറഞ്ഞത്? ആ, ഉള്ളതാ. ഞാൻ പൂർണ്ണ സപ്പോർട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് ജാതകം നോക്കണോ? അപ്പോൾ അമ്മ എന്നോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണോ നമ്മൾ 2 പേരും ജാതകം നോക്കാമെന്ന് പറഞ്ഞ് പോയത്? അതേടാ, എന്തായാലും നമുക്ക് ഒത്തിരി സംസാരിക്കണം, ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോകണം. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹം തോന്നി. പിന്നെ നിന്നോട് എന്തിനാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നറിയാമോ? എനിക്കാണെങ്കിൽ പണ്ട് കാലത്ത് നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരെയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഭർത്താവ് അങ്ങനെയുള്ള ആളൊന്നുമല്ല. മോനെ, എൻ്റെ ജീവിതം അത്ര തൃപ്തികരമൊന്നും ആയിരുന്നില്ല. എല്ലാം ഞാൻ ജാടയിട്ട് പറഞ്ഞതേ ഉള്ളൂ.
അതേപോലെ തന്നെ എൻ്റെ അനിയത്തി, അവൾക്ക് നല്ല ആക്റ്റീവായൊരു ബന്ധമുണ്ടായിരുന്നു. അവൻ മരിച്ചു പോയപ്പോഴും അവൾക്ക് ദുഃഖത്തിൽ ആണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഭയങ്കര ആക്റ്റീവാണ്. അതൊക്കെ കണ്ടപ്പോഴാണ്ടാ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ തോന്നിയത്. അപ്പോൾ രാധമ്മയും അമ്മയും തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടടാ, സത്യം പറഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞു, മരുമകൻ ഈ വീട്ടിലുള്ളപ്പോൾ എന്തിനാ പുറത്തുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്, അവനും ഒരു കിടിലനല്ലേന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത് പാതിയും കള്ളക്കഥകളാണല്ലേ, ഈ കാര്യത്തിലേക്ക് വരാനുള്ള കള്ളക്കഥകൾ. അത് പിന്നെ പെൺബുദ്ധി ഇങ്ങനെയല്ലേ മോനെ, നമ്മൾ വളഞ്ഞു ചുറ്റി മൂക്കി പിടിച്ചിട്ടല്ലേ വല്ലതും നടക്കൂ. എടാ, അവക്കാണ് എന്നേക്കാൾ കൂടുതൽ നിന്നെ ഇഷ്ടം. എനിക്ക് നല്ല ഇഷ്ടമുണ്ട്, പക്ഷെ അവളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പം പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കണം മോനെ, നിനക്ക് ഒന്ന് മനസ്സ് വെച്ചുകൂടെ? ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല, പുറത്തുള്ള കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം, എൻ്റെ ഭാര്യയെ വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, ആ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ നീ പുറത്തുള്ള കാര്യങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു ടൂറിന് പോകാം, അപ്പോൾ അമ്മയും കുഞ്ഞുമ്മയും ഫ്രീ ആയിരിക്കും. ആ സമയത്ത് സിസിലിയുടെ ഭർത്താവിനെയോ നമ്പരുള്ളവരെയോ ഒക്കെ വിളിച്ചോളൂ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ ആഗ്രഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെ ഒരു ഉത്തരം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ തന്നെ ഞാനും ഭാര്യയും കൂടി ടൂറിന് പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മായിമ്മ പിന്നെയും ഓരോ കാരണങ്ങളുണ്ടാക്കി എൻ്റെ കാറിൽ വന്നു. എന്നിട്ട് കഥകളൊക്കെ വിശദമായി എന്നോട് പറയും. പിന്നെ കുഞ്ഞമ്മ എങ്ങനെ കാറിലൊന്നും വരാറില്ല, എന്നാലും എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങൾ 3 പേരുമുള്ള സമയത്ത് അങ്ങനെ അധികം കിട്ടാറില്ലെങ്കിലും ചർച്ച ചെയ്യാറുണ്ട്. അവസാനം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റില്ല, അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കണമെന്ന്. അങ്ങനെ എന്നെ ഒത്തിരി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ആ ഒരു അന്തർധാരയിലേക്ക് വീണുപോയി. പിന്നെ പലപ്പോഴും എൻ്റെ വൈഫ് അറിയാതെ അമ്മയും കുഞ്ഞമ്മയൊക്കെ എൻ്റെ കാറിൽ വന്നിട്ടുണ്ട്. അവർ ചില സ്ഥലങ്ങളിലൊക്കെ എന്നെ ഒത്തിരി സഹായത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്. ആ സമയത്ത് സഹായങ്ങൾ എനിക്ക് അനുസ്യൂതം കൊടുക്കേണ്ടി വന്നു. അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട്. അതേപോലെ എന്നോടും വളരെ സ്നേഹമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെല്ലാം ഇപ്പോൾ വേറെ ഒരു ലോകത്താണ്. ഭാര്യ മാത്രമാണ് ഒന്നും അറിയാതെ കൂടെയുള്ളത്. പക്ഷേ മാഡം, ഇതിനിടയ്ക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നൊരു കാര്യം സംഭവിച്ചു. കാര്യം കുഞ്ഞമ്മയ്ക്കാണ് വിശേഷമുണ്ടായത്. എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. കുഞ്ഞമ്മയ്ക്കും അത് വലിയ വിഷമമായിരുന്നു. കാര്യം പണ്ട് കാലത്ത് നോക്കിയിട്ട് നടന്നില്ല. ഇപ്പോൾ അത് സാധിച്ചപ്പോൾ അത് നിലനിർത്താനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു കുറ്റബോധം തോന്നുന്നു. കാര്യം വൈഫ് ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വിശേഷമായി വന്നിട്ടില്ല. ഇവിടെയാണെങ്കിൽ അതിനു മുമ്പേ ഇതൊക്കെ നടക്കുകയും ചെയ്തു. എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഒട്ടും അറിയില്ല മാഡം. എന്നാലും ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. എനിക്കിപ്പോൾ ഇവരാരുമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കുന്നു. മാഡം ഈ കഥയൊന്ന് വായിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറുപടി കൊടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ വളരെ വിചിത്രമാണ്. കാര്യം എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഭാര്യ മാത്രം ആ വീട്ടിൽ ഒന്നും അറിയാതെ ജീവിച്ചു പോകുന്നു. വീട്ടിനുള്ളിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നിട്ട് ആ പെൺകുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല. അവൾ അറിയുമ്പോഴാണ് പ്രശ്നങ്ങളായി മാറാൻ പോകുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലേക്ക് പോയി ഒരു മനുഷ്യന് ഹർട്ടുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കരുതെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നമുക്ക് സൗകര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അത് ഓവർ യൂസ്ഡ് ആക്കരുത്. അവർക്ക് അവരുടേതായ മേഖലകളിലേക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടച്ച് കൊടുക്കാം. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ കൂടി ചേർന്ന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോയി നിൽക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുക എന്നുള്ള ലെവലിലേക്ക് പോകുന്നതല്ലേ നല്ലത്.